നമസ്കാരം. ഞാൻ ഇന്നലെ ഒരു വാർത്ത ചെയ്തിരുന്നു താരാസംഘടന അമ്മയുമായി ബന്ധപ്പെട്ട്. അതിൽ ഒരു CCTV ദൃശ്യം, ഇതിൻ്റെ ഒരു ഓഡിയോ റിപ്പോർട്ട് TV പുറത്തുവിട്ടു. CCTV ദൃശ്യങ്ങളാണ്. അത് താരസംഘടന അമ്മയ്ക്കുള്ളിൽ മാത്രം നിൽക്കേണ്ട ഒരു സംഭവമാണ്. അത് ഞാൻ കൃത്യമായിട്ട് ഇന്നലെ വാർത്ത ചെയ്തിരുന്നു. വാർത്തകൾ ചോരാറുണ്ട്, അത് ഉറപ്പാണ്. വാട്സാപ്പ് ഗ്രൂപ്പിൽ വരുന്ന ചാറ്റുകൾ ചോരാറുണ്ട്, വാർത്തകൾ വിളിച്ചു വെച്ചാൽ കിട്ടാറുണ്ട്. പക്ഷേ അതിനുള്ളിൽ CCTV ദൃശ്യങ്ങൾ ഒരു ചാനലിൽ വന്നു. അത് വാർത്ത ചെയ്യാൻ തന്നെയാണ് ഞാൻ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളിൽ അത് കിട്ടിയാൽ നമ്മൾ വാർത്ത കൊടുക്കും. അതുമായി ബന്ധപ്പെട്ട് ഇന്നലെ ആ ഷോയിൽ തന്നെ മാധു ആങ്കർ ചോദിക്കുന്നുണ്ട്, ഇത് വലിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് CCTV ദൃശ്യങ്ങൾ കൊടുത്തത് എന്ന് പറയുകയും അത് ലൈവ് പറഞ്ഞത് അമ്മയ്ക്കുള്ളിലെ വിഷയമാണെന്ന് പറയുകയും ചെയ്തു. പക്ഷേ അത് ഗുരുതരമാണ് എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും പറയുന്നത്. അതിൻ്റെ തെളിവായി അതുമായി ബന്ധപ്പെട്ട് ഇന്നലെ അവരുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇത് അന്വേഷണം, ഇതെങ്ങനെ പുറത്തു പോയി എന്നുള്ള ഒരു അന്വേഷണം നടന്നിരുന്നു. അത് പ്രസിഡന്റ് ചോദിക്കുന്നു, മറ്റുള്ളവർ ചോദിക്കുന്നു. അത് അമ്മയ്ക്കുള്ളിൽ നിൽക്കേണ്ടതാണ് CCTV ദൃശ്യങ്ങൾ, അത് പുറത്തു കൊണ്ട പോലീസൊക്കെ എന്തെങ്കിലും അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് വന്നാൽ CCTV ദൃശ്യങ്ങൾ കൊടുക്കണം. അത് ഇല്ല എന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ അത് എങ്ങനെ പോയി എന്നുള്ള അന്വേഷണം നടക്കുന്നു. ഞാനൊരു കാര്യം പറയാം, അത് ആ വിഷയങ്ങളുണ്ടായ സമയത്ത് ആ CCTVയുടെ ആ ഡിസ്ക് കുക്കു പരമേശ്വറാണ് അവിടെ നിന്ന് കൊണ്ടുപോയത്. അത് ക്യാമറ വെച്ച ആളെ കൊണ്ട് അഴിപ്പിച്ചെടുത്ത് തന്നെ കൊണ്ടുപോയി. ആ ഡിസ്ക് കുക്കുവിൻ്റെ കൈവശമാണ്. അത് ഇന്ന് വരെ പ്രസിഡന്റിന് ആ CCTV ദൃശ്യങ്ങൾ കാണാനുള്ള ഒരു അറേഞ്ച്മെൻറ്റ് എന്ന് വെച്ചാൽ അതിൻ്റെ പാസ്വേഡ് ഉൾപ്പെടെ ഉള്ളവർ നൽകിയിട്ടില്ല. പല പ്രാവശ്യം ചോദിച്ചു പ്രസിഡന്റ്, ഇതെനിക്ക് വേണമെന്ന് ആവശ്യപ്പെട്ട് കൊടുത്തിട്ടില്ല. അത് കാണാനുള്ള അവകാശം കുക്കു പരമേശ്വരും ട്രഷറിനുമാണ്. ഇന്ന് വരെ ട്രഷറിൻ്റെ അടുത്തേക്ക് അത് പോയിട്ടില്ല. പ്രസിഡന്റിനും സെക്രട്ടറിക്കുമാണ് കാണാനുള്ള അവകാശമുള്ളൂ. അത് ഇതിന് മുമ്പും അങ്ങനെയെന്ന് ഞാനിരുന്നു. പക്ഷേ ഇത് പ്രസിഡന്റ് കൈമല്ല. അതുകൊണ്ട് തന്നെ ഈ വാർത്ത എങ്ങനെ പോയി, ഈ സംഭാഷണം എങ്ങനെ പോയി, ഈ ദൃശ്യങ്ങൾ എങ്ങനെ പോയി, അത് കൃത്യമായ റിപ്പോർട്ടിൽ 1.5 മണിക്കൂറോളമുള്ള സംഭവം നമുക്ക് കിട്ടിയിരിക്കുന്നു പറയുന്നു. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരം വലിയ ചോദ്യങ്ങൾ പല പ്രാവശ്യം ആവർത്തിച്ച് ചോദിച്ചതിന് ശേഷമാണ് കുക്കു പരമേശ്വരനാണ് ഇത് ചോർത്തിയതെന്ന് കൃത്യമായി വരുന്നു. കുക്കു പരമേശ്വരൻ തന്നെ പറയുന്ന വാക്കാണ്, മാലാ പാർവതി ചോദിച്ചു അതുകൊണ്ട് കൊടുത്തു. അപ്പോൾ മാലാ പാർവതിക്ക് കൊടുത്തത് കുക്കു പരമേശ്വരൻ CCTV ദൃശ്യങ്ങൾ ആ ഓഡിയോയിൽ കൃത്യമായി പറയുന്നുണ്ട്. Gave it to Mala Parvati, she asked. Gave it to Mala Parvati, she asked. എങ്ങനെയുണ്ട്? ഇപ്പോൾ എവിടെ നിന്നാണ് വാർത്തകൾ ചോരുന്നത്? ചില ആളുകൾ പറയുന്നുള്ളൂ, യൂട്യൂബറിന് എങ്ങനെ വാർത്ത കിട്ടുന്നു, എന്നെ ഉൾപ്പെടുത്തുന്നതിലേക്ക് ചോദിക്കും. പല യൂട്യൂബർമാർക്കും ഉണ്ട്, ഞാൻ ചെയ്യുമ്പോൾ മാത്രമേ യൂട്യൂബറിന് എങ്ങനെ വാർത്ത കിട്ടുന്നു എന്ന് എല്ലാ ചാനലിലും പോയി ഇപ്പോഴും അന്നും പേരെടുത്ത് സംസാരിച്ച മാലാ പാർവതി കഴിഞ്ഞ ദിവസവും പറഞ്ഞതു, ഞാൻ ഒരു ചാനൽ സാറെ പറഞ്ഞു, കുക്കിൻ്റെ അടുത്ത് കുറേ തെളിവുകളുണ്ട്, കുക്കു ഒരു പുറത്ത് വിടും, ഞാനും ഇത് അറിഞ്ഞിരുന്നു എന്ന് പറയുമ്പോൾ ഇത് മാലാ പാർവതി ചോദിച്ചു. മാലാ പാർവതിക്ക് ഈ CCTV ദൃശ്യങ്ങൾ കൊടുത്തു. മാലാ പാർവതിയാണോ കുക്കുവാണോ ചാനലിന് കൊടുത്തതെന്ന് എനിക്കറിയില്ല. അത് ഞാൻ അറിയാതെ പറയില്ല, അത് ചാനലിൻ്റെ രഹസ്യമാണ്, അതെനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ കുക്കു പറയുന്നു, ഞാൻ മാലാ പാർവതി ചോദിച്ചപ്പോൾ ഞാനത് കൊടുത്തു. എന്ത് സിമ്പിളാണല്ലേ. നമ്മളൊക്കെ ഒരു വാർത്ത ചെയ്യുമ്പോൾ എന്തൊക്കെയായിരുന്നു ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത്? അപ്പോൾ എങ്ങനെയാണ് ഈ വാർത്തകൾ ചോരുന്നത്? ഇപ്പോൾ എവിടെ നിന്നാണ് ചോരുന്നതെന്ന് കൃത്യമായി അമ്മയുടെ അംഗങ്ങളൊന്ന് മനസ്സിലാക്കണമെന്ന് മാത്രമേ ഉള്ളൂ. നമ്മളൊക്കെ ചെറിയൊരു യൂട്യൂബ് ചാനലെങ്കിൽ നമുക്കൊക്കെ ചെറിയ വാർത്തകൾ കിട്ടും. ചെറിയൊരു വാർത്ത, അവിടെയുള്ള കമ്മിറ്റി കഴിയുമ്പോൾ അവരെയൊക്കെ വിളിക്കും. അപ്പോൾ അവരെ വിളിക്കുന്ന അമ്മയിലെ ചില സുഹൃത്തുക്കളുണ്ടാവും. ആ സുഹൃത്തുക്കൾ ഇവർ പറഞ്ഞിട്ടും അങ്ങനെ ഇത് എന്തായിരിക്കും നടന്നത്, ചെറിയ വാർത്തകൾ. പക്ഷേ വലിയ വാർത്തകളൊക്കെ വലിയ ചാനലിന് കൊടുക്കാൻ ജനറൽ സെക്രട്ടറിക്ക് മാത്രമേ, ജനറൽ സെക്രട്ടറി നമുക്കൊന്നും വിളിച്ച് പറയാറില്ല, ജനറൽ സെക്രട്ടറിക്ക് കഴിയുള്ളൂ. അതിൻ്റെ തെളിവാണല്ലോ ഈ സംഭവം നടന്നിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി. എന്നിട്ട് ഒരു ന്യായീകരണവും അല്ലേ, ഒരാൾ ചോദിച്ചു എങ്ങനെയാണ് മാലാ പാർവതി ചോദിച്ചാൽ ഈ CCTV ദൃശ്യങ്ങൾ കൊടുക്കാൻ എന്താണ് അവകാശമുള്ളത്? അത് മറ്റംഗങ്ങൾ ചൂണ്ടിക്കാണിക്കണം, മറ്റംഗങ്ങൾ ചോദിക്കണം, എക്സിക്യൂട്ടീവ് അംഗങ്ങൾ ചോദിക്കണം. ഇത് ഗുരുതരമായ തെറ്റാണെന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ പറഞ്ഞത് തെറ്റ്? ഞാനിപ്പോഴും പറയും, നമുക്കൊക്കെ ചെറിയ വാർത്തകൾ കിട്ടുമെന്നേ, അത് നമ്മൾ കൊടുക്കാറുമുണ്ട്. നമ്മൾ ആ വാർത്തകൾ കിട്ടി കൊടുത്തപ്പോഴാണ് പല കാര്യങ്ങളും ഫോൺ ഉൾപ്പെടെ മേടിച്ചു എന്നുള്ള കാര്യങ്ങൾ പുറത്തു വന്നത്. അത് എന്നെ പല അംഗങ്ങളും വിളിച്ചു, നിങ്ങളില്ലെങ്കിൽ അമ്മയുടെ വാർത്തകൾ അറിയില്ല എന്ന് പറഞ്ഞവരുമുണ്ട്. നമ്മൾ സത്യസന്ധമായിട്ടേ കൊടുത്തുള്ളൂ. പക്ഷേ അതിൻ്റെ ഉള്ളിൽ CCTV ദൃശ്യങ്ങൾ എടുത്ത് ചോർത്തിയൊന്നും ആർക്കും തന്നിട്ടില്ല. പക്ഷേ കൊടുക്കുന്നവരുണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടി മാത്രമാണ് ഈ വാർത്ത ചെയ്തത്. അത് ഗുരുതരമാണ് എന്ന കാര്യം മാധു തന്നെ പറയും. ഇതിൽ വലിയ ഗൂഢാലോചനയുണ്ട്, അല്ലെങ്കിൽ CCTV ദൃശ്യങ്ങൾ എങ്ങനെ പുറത്തു പോകും? എന്തെങ്കിലും കേസ് വന്നാൽ പോലീസിന് കൊടുക്കാം, അല്ലെങ്കിൽ അമ്മയ്ക്കുള്ളിൽ അന്വേഷിക്കാം. അത് മുഹമ്മദും അതിലേയുമായ വിഷയത്തിൽ മുഹമ്മദ് കുക്കു പരമേശ്വരനെതിരെ പറഞ്ഞ ഓഡിയോ തെറ്റാണ്, അതിലൂടെ പറഞ്ഞ ഓഡിയോ തെറ്റാണ്, മുഹമ്മദ് പറയുന്നത് തെറ്റാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഉള്ള ശ്രമമായിരുന്നു.
അത് തന്നെ ഒരു കാര്യമുണ്ട്. മുഹമ്മദ് പറഞ്ഞു എൻ്റെ അടുത്ത് പല പ്രാവശ്യം വന്ന് ഇവർ കരഞ്ഞു പറയുന്നുണ്ട്, അതൊക്കെ ഞാൻ അവിടെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, നിങ്ങൾ CCTV ദൃശ്യങ്ങൾ പുറത്തു വിട് എന്ന് മുഹമ്മദ് പറഞ്ഞിട്ടുണ്ട്. ആ മുഹമ്മദ് തന്നെ എക്സിക്യൂട്ടീവ് യോഗത്തിൽ പോയി ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്, എൻ്റെ അടുത്ത് ഇങ്ങനെ വന്ന് സംസാരിച്ച് എൻ്റെ മുമ്പിൽ നിന്ന് കരയാറുണ്ട്, എൻ്റെ റൂമിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിന്ന് കരയാറുണ്ട് എന്നൊക്കെ മുഹമ്മദ് അവിടെ എക്സിക്യൂട്ടീവ് യോഗത്തിൽ പറയുകയും ചെയ്തു. അപ്പോൾ അതിൽ നിന്നും ഒരു കര കയറാൻ വേണ്ടി ചെയ്ത തന്ത്രം വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് വേണം പറയാൻ. ഇതൊന്ന് ആലോചിച്ചേക്കണം. CCTV ദൃശ്യം പല എക്സിക്യൂട്ടീവ് യോഗത്തിലും തുടക്കം മുതലുള്ള വാർത്തകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പറയുന്നത് എങ്ങനെയാണ് യൂട്യൂബറിന് വാർത്ത കിട്ടുന്നത്? ഈ ഇടയ്ക്കും കൂടെ ചോദിച്ചു പല ചാനലിലും ഈ മലബാർ യൂട്യൂബറിന് എങ്ങനെ വാർത്ത കിട്ടുന്നു, യൂട്യൂബറിന് കിട്ടുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ? ഇപ്പം നിങ്ങൾക്ക് എങ്ങനെ വാർത്ത കിട്ടി? നിങ്ങളാണ് ഇപ്പോഴും യൂട്യൂബർ എന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ ഇതിൽ നിങ്ങളാണ് വലിയ യൂട്യൂബർ. എന്നിട്ട് ഇത് ഒളിച്ചു വയ്ക്കാൻ ശ്രമിച്ചു. അപ്പോഴാണ് ഇത് പുറത്തു വന്നത്. ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു, സംഘടനയ്ക്കെതിരെ തുറന്ന കത്ത് എന്ന് പറഞ്ഞു. അതൊക്കെ നല്ലതാണ്, ആ കത്തൊക്കെ നല്ലതാണ്. പക്ഷേ അത് സംഘടനയ്ക്കുള്ളിലാണ് നിൽക്കേണ്ടതെന്ന് അതിനകത്ത് കമൻറ്റ് വരുന്നത്. അത് പൊതുജനങ്ങളുടെ മുമ്പിലല്ല ഇട്ടുണ്ട് എന്നും പറയുന്നുണ്ട്. ഇതെല്ലാം വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്നു. അമ്മ എന്ന സംഘടന പ്രതിസന്ധിയിലാകാൻ പാടില്ല. അത് വലിയ വലിയ മഹാന്മാർ ഉണ്ടാക്കിയെടുത്ത സ്ഥാപനമാണ്, ഉണ്ടാക്കിയെടുത്ത ഒരു ചാരിറ്റി ട്രസ്റ്റാണ്. അതിനെയാണ് ഈ വലിച്ചു കയറുന്നത്. പക്ഷെ നമുക്ക് വാർത്ത കിട്ടിയാൽ കൊടുക്കാതിരിക്കാൻ പറ്റില്ല, അതുകൊണ്ട് കൊടുത്തു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ മുതിർന്ന അംഗങ്ങൾ അടിയന്തരമായി യോഗം ചേരുന്നുണ്ട്. അത് ഔദ്യോഗികമായിട്ടുള്ള അനൗദ്യോഗികമായിട്ട് മുതിർന്ന അംഗങ്ങളെല്ലാവരും കൂടെ ജനറൽ ബോഡിക്ക് മുമ്പ് ഒരു യോഗം ചേരാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് ഉടനെ തന്നെ ചേരും. മുതിർന്ന അംഗങ്ങൾ എന്ന് വെച്ചാൽ ഇതിൻ്റെ സ്ഥാനത്തൊക്കെ ഇരുന്നവരൊക്കെ കൂടിയാണ് യോഗം ചേരുന്നത് എന്നൊരു വിവരം ലഭിച്ചിട്ടുണ്ട്. ഒരു കാര്യം കൂടെ ഓർമ്മപ്പെടുന്നു, CCTV ദൃശ്യങ്ങൾ എന്ന് പറയുന്ന അവിടെ വെച്ചിരിക്കുന്ന 30-32 ക്യാമറ, 16 ക്യാമറ, 30-32 ക്യാമറ സൗണ്ട് സഹിതം വെച്ചിട്ട് ആ സൗണ്ടുള്ള ക്യാമറയിൽ നിന്നും ആ CCTV ദൃശ്യങ്ങൾ ചോർത്ത് കൊടുത്തിട്ടുള്ള ഏറ്റവും ഗുരുതരമായ തെറ്റാണ്. ഞാൻ ഇപ്പോഴും പറയുന്നു, വാർത്ത കിട്ടിയാൽ ഞങ്ങൾ കൊടുക്കും, അതാര് തന്നു എന്നുള്ളതില്ല. പക്ഷേ ഇത് തെളിയിച്ചിരിക്കുന്നു. മാലാപ്പർവതി ചോദിച്ചപ്പോൾ ഞാൻ കൊടുത്തു എന്ന് ഒറ്റ വാക്കിൽ കുക്കുവിൻ്റെ ഓഡിയോയാണ് പുറത്തു വന്നിരിക്കുന്നത്. അത് എനിക്ക് ലഭിച്ചിട്ടുണ്ട്, ഞാൻ ഇല്ല എന്ന് പറഞ്ഞു. പക്ഷേ CCTV ദൃശ്യങ്ങളൊന്നും എനിക്ക് ലഭിച്ചിട്ടില്ല. നമ്മൾ ചെറിയ ചെറിയ യൂട്യൂബ് ചാനലിൽ. അപ്പോൾ ഇതൊന്ന് അറിയിക്കുകയാണ്. അത് വലിയ തെറ്റാണ്. വാർത്തകൾ ചോർത്തുന്ന തെറ്റിനേക്കാളും വലിയൊരു തെറ്റാണ്. അതിൻ്റെ ഉള്ളിലെ ജനറൽ ബോഡി എക്സിക്യൂട്ടീവ് മീറ്റിങ്ങിൻ്റെ ഉള്ളിൽ വരെ CCTV വെച്ചിട്ടുണ്ട് ഓഡിയോകൾ. അപ്പോൾ അവിടുന്ന് വാർത്ത ചോരില്ലേ? അത് കാണാനുള്ള അവകാശം ഇവർക്ക് മാത്രമേ ഉള്ളൂ, ഈ കുക്കുവിനും ട്രഷറിനും മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടുന്ന് അവർക്ക് വാർത്ത ചോർത്തിക്കൊടുക്കും. ഇങ്ങനെ ചോർത്തി കൊടുത്തിട്ടുണ്ടാവുമല്ലോ. കണക്കുകൾ സഹിതം, ഓരോ കണക്കുകൾ സഹിതമാണ് കഴിഞ്ഞ ചർച്ചയിലൊക്കെ ഈ പറയുന്ന അമ്മയുടെ മെമ്പർ എന്ന നിലയിൽ അമ്മ ഉദയമായിട്ട് ഏൽപ്പിച്ചാണെന്ന് എനിക്കറിയില്ല, ഇവർ പോയി ഒന്ന് സംസാരിക്കണം കേട്ടത്. അപ്പോൾ ഇതെല്ലാം ചോർത്തി കൊടുത്തതാണ്, കുക്കുവാണെന്നൊരു തെളിവാണിത്. കുക്കു കൊടുത്തു എന്ന് കുക്കു തന്നെ സമ്മതിക്കുന്നു. അതിൻ്റെ അപ്പുറത്തേക്ക് എന്ത് വേണം തെളിവ്? അപ്പോൾ എന്തായാലും അടിയന്തരമായി യോഗങ്ങൾ ചേരുന്നുണ്ട്. അതുകൊണ്ട് എക്സിക്യൂട്ടീവ് യോഗം ചേരുന്നുണ്ട്. ഇന്നും നാളെ മറ്റന്നാളായിട്ട് തെളിവെടുപ്പ് നടത്തുന്നുണ്ട്. ആ തെളിവെടുപ്പിന് ആരൊക്കെ പങ്കെടുക്കുമെന്ന് അറിയില്ല. 3-ാം തീയതി എക്സിക്യൂട്ടീവ് യോഗം വെച്ചിട്ടുണ്ട്. എന്തായാലും ഇതിനുള്ള മറുപടി ലഭിക്കേണ്ടതായിട്ടുണ്ട്. പ്രസിഡന്റ് ആർജവത്തോടുകൂടി പ്രവർത്തിക്കണം എന്ന് തന്നെയാണ് മറ്റുള്ളവർ പറയുന്നത്. പ്രസിഡന്റിൻ്റെ കയ്യിലാണ് ഇത് കാര്യങ്ങളിരിക്കുന്നത്. പ്രസിഡന്റ് ആർജവം കാണിച്ചുകൊണ്ടാണ് ഇതിൻ്റെ ഈ ഓഡിയോ എന്താണ്, ഇതാരാണ് പുറത്തു വിട്ടതെന്നെങ്കിലും അവിടെ സംസാരമുണ്ടായത്. അത് മെമ്പർമാർ ഒന്നടങ്കം ആവശ്യപ്പെട്ടിരിക്കുന്നു. CCTV ദൃശ്യം കൊടുത്തത് ഗുരുതര തെറ്റാണെന്ന് എല്ലാവരും പറയും. അല്ലാതെ ചില യൂട്യൂബർമാർക്കും ചില ചാനലുകാർക്കും ചെറിയ ചെറിയ വാർത്ത കിട്ടുന്നതല്ല. അതിനപ്പുറത്തേക്ക് ഒരു ഗുരുതര തെറ്റ് തന്നെയാണ് ഇത്. അമ്മാ സംഘടനയിലുള്ളവർ അറിയാൻ വേണ്ടിയാണ്, അമ്മാ സംഘടനയുള്ളവർ പ്രവർത്തിക്കേണ്ടി വേണ്ടിയാണ്. ഇത് പൊതുസമൂഹത്തിന് മുമ്പിൽ ഒന്ന് ഞാൻ പറയാനുള്ള കാരണം, എനിക്കെതിരെ വലിയ ആരോപണം പോലെ എനിക്കുണ്ട്. എങ്ങനെയാണ് യൂട്യൂബറിൻ്റെ വാർത്ത കിട്ടുന്നത്? അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ കമൻറ്റ് വരുന്നുണ്ട്. അന്ന് ചർച്ച ഉണ്ടായപ്പം ഞാൻ എന്ന് പറയുന്ന വ്യക്തിയെ ചാണാവെള്ളം തെളിച്ച് പുറത്താക്കിയാൽ അമ്മ നന്നാവുള്ളൂ. പക്ഷേ എന്ത് നന്നായി? ഒന്നും നന്നായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ വാർത്ത എത്തിക്കുന്നത്.